ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അസാം കുരങ്ങിനെ പറ്റിയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ തദ്ദേശവാസികളായ പഴയ ലോക കുരങ്ങൻ കുടുംബത്തിലെ ഒരു കുരങ്ങാണ് അസാം മക്കാക്ക്. അസാമൻ സ്പീഷീസിലാണ് ഈ കുരങ്ങ് ഉൾപ്പെടുന്നത്. വേട്ടയാടൽ, ആവാസ വ്യവസ്ഥയുടെ തകർച്ച, വിഘടനം എന്നിവ കാരണം ഇവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നതിനാൽ 2008 മുതൽ IUCN റെഡ് ലിസ്റ്റിൽ ഇവയെ വംശനാശ ഭീഷണി നേരിടുന്നതായി കണക്കാക്കിയിരുന്നു. അസാം കുരങ്ങുകൾക്ക് മഞ്ഞ കലർന്ന ചാരനിറം മുതൽ കടും തവിട്ട് നിറം വരെയുള്ള തൊലിയാണ്. ഇവയുടെ മുഖത്തിൻ്റെ തൊലി കടും തവിട്ട് മുതൽ പർപ്പിൾ നിറം വരെയാണ്. തലയിൽ, കവിളുകളിൽ, പിന്നിലേക്ക് ചെവികളിലേക്ക് നയിക്കുന്ന ഇരുണ്ട രോമങ്ങളോടെ ഒരരികുണ്ട്. കിരീടത്തിലെ രോമങ്ങൾ മധ്യത്തിൽ വിഭജിച്ചിരിക്കുന്നു. തോളുകൾ, തല, കൈകൾ എന്നിവ നരച്ച പിൻഭാഗങ്ങളെ അപേക്ഷിച്ച് വിളറിയതായി കാണപ്പെടുന്നു. വാൽ നല്ല രോമമുള്ളതും ചെറുതുമാണ്. തല മുതൽ ശരീരം വരെയുള്ള നീളം 51 മുതൽ 73.5 സെൻറ്റിമീറ്ററും വാൽ 15 മുതൽ 30 സെൻറ്റിമീറ്റർ നീളവും ഉള്ളതാണ്. മുതിർന്ന കുരങ്ങന്മാരുടെ ഭാരം 5 മുതൽ 10 കിലോഗ്രാം ആണ്. നേപ്പാളിൽ അസാം കുരങ്ങുകൾക്ക് കാളി ഗണ്ഡകി നദിയുടെ 200 മീറ്റർ തൊട്ട് 1800 മീറ്റർ അടിയുയരത്തിലാണ് കാണപ്പെടുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഉഷ്ണമേഖല, ഉപ ഉഷ്ണമേഖല, അർദ്ധ നിത്യഹരിത വനങ്ങളിലും 4000 മീറ്റർ ഉയരം വരെയുള്ള വരണ്ട ഇലപ്പൊടിയും പർവ്വത വനങ്ങളിലും ഇത് വസിക്കുന്നു. ലാവോസിലും വിയറ്റ്നാമിലും 500 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. ഇവ സാധാരണയായി 1000 മീറ്റർ മുകളിലുള്ള കുന്നിൻ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. എന്നാൽ ഈർപ്പമുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ ഈ ഉയരത്തിന് താഴെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും ഇവ കാണപ്പെടുന്നു. ചുണ്ണാമ്പ് കല്ല്, കാസ്റ്റ് വനങ്ങളിൽ താഴ്ന്ന ഉയരങ്ങളിലും ഇവ കാണപ്പെടുന്നു. അസാം കുരങ്ങുകൾ പകൽ സമയം സജീവമായി കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ മരങ്ങളിലും കരയിലും ജീവിക്കുന്നവയും അവ സർവ്വഭുക്കുമാണ്. പഴങ്ങൾ, ഇലകൾ, അകേരുകൾ, ധാന്യങ്ങൾ എന്നിവ ഭക്ഷിക്കുന്നു. അസാം കുരങ്ങുകൾ കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ശരാശരി ചുവപ്പ് വലുപ്പത്തിൽ 31% മുതിർന്ന പെൺകുരങ്ങുകളും 16% മുതിർന്ന ആൺകുരങ്ങുകളും ഉണ്ടായിരിക്കും. ആ ട്രൂപ്പിൽ വിവിധ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. അവർ ചോള കേർണലുകളാണ് ഇഷ്ടപ്പെട്ടത്. ഇവ ഭക്ഷണത്തിനു വേണ്ടി ഒരു ദിവസം 1 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ വരെ സഞ്ചരിക്കാറുണ്ട്. ഇവയുടെ പ്രധാന ഭക്ഷണം പഴങ്ങൾ, ഇലകൾ, വിത്തുകൾ, പുഷ്പങ്ങൾ, കീടങ്ങൾ, പൂമ്പാറ്റപ്പുഴുക്കൾ, ചെറു വെർട്ടിബ്രേറ്റ്സ് എന്നിവയൊക്കെയാണെങ്കിലും ഫലഭക്ഷണമാണ് കൂടുതൽ കഴിക്കാറുള്ളത്. അസാം കുരങ്ങുകളുടെ പ്രജനനകാലം പ്രധാനമായും ശീതകാലം മുതൽ വസന്തകാലം വരെയാണ്. ഇവയുടെ ഗർഭകാലം 5.5–6 മാസം വരെയാണ്. ഓരോ പ്രസവത്തിലും സാധാരണ ഒരു കുഞ്ഞാണ് ഉണ്ടായിരിക്കുക. ഒരു വർഷത്തോളം കുഞ്ഞിന് അമ്മയോട് വലിയ ആശ്രയം ഉണ്ടായിരിക്കും. അസാം കുരങ്ങുകൾ ഭക്ഷണം തേടുന്നത് പലപ്പോഴും മരത്തിലും നിലത്തും ആണെങ്കിലും അവയുടെ ഉറക്കം മരത്തിൽ തന്നെയാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അവയുടെ ട്രൂപ്പിൽ സെൻട്രി അലർട്ട് സിസ്റ്റം കേൾക്കാൻ കഴിയും. ഇവർ ആശയവിനിമയം നടത്തുന്നത് കോൾ സൗണ്ട്സ്, ഗ്രൺസ്, സ്ക്രീംസ്, ജസ്റ്റേഴ്സ് എന്നിവ ഉണ്ടാക്കിയാണ്. മുഖഭാവങ്ങൾ വളരെ പ്രധാനമാണ്. അസാം കുരങ്ങുകൾ വന്യജീവിതത്തിൽ 15–20 വർഷം വരെയും പരിപാലനത്തിൽ 25 വർഷം വരെയും ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.